എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി പുറപ്പാട് പുസ്തകം 27 അധ്യായത്തിൻ്റെ 20 വാക്യം. പുറപ്പാട് 27:20. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവാകുന്ന എണ്ണ എന്നതിനെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം. എണ്ണയെക്കുറിച്ചുള്ള ഒട്ടേറെ പരാമർശങ്ങൾ ബൈബിളിൽ നമ്മൾ കാണുന്നു. വാസനദ്രവ്യമായി ഉപയോഗിക്കുന്ന പ്രത്യേകതരം എണ്ണയെക്കുറിച്ചുള്ള ഏതാനും ചില പരാമർശങ്ങൾ ഒഴിച്ചാൽ വേദപുസ്തകത്തിൽ എണ്ണ എന്ന് പറയുമ്പോൾ ഒലിവെണ്ണയാണ് അർത്ഥമാക്കുന്നത്. പ്രാചീന കാലം മുതൽ തന്നെ പാലസ്തീനിൽ വിലപ്പെട്ട ഒരു ദേശീയ ഉൽപ്പന്നമായിരുന്നു എണ്ണ. ശലോമോൻ രാജാവ് യെരുശലേം ദേവാലയം പണിയുന്ന കാലത്ത് ലെബാനോനിൽ നിന്ന് ലഭിച്ച ദേവദാരു മരങ്ങൾക്ക് പകരമായി സോർ രാജാവായ ഹീരാമിനും മരം വെട്ടുകാരായ വേലക്കാർക്കും കൊടുത്ത പ്രതിഫല വിഭവങ്ങളിൽ എണ്ണ ഒരു പ്രധാന ഇനമായിരുന്നു. അത് രാജാക്കന്മാരുടെ 1 പുസ്തകം 5 അധ്യായത്തിലും 2 ദിനവൃത്താന്തങ്ങൾ 2 അധ്യായത്തിലും നമ്മൾ വായിക്കുന്നു. പാലസ്തീനിലുടനീളം ഒലിവ് വൃക്ഷ കൃഷികൾ തന്നെ ഉണ്ടായിരുന്നു. അത് വളരെ സുലഭമായിരുന്നു. എന്നാൽ എസ്ട്രലോൺ സമഭൂമിയും ശേഖയും താഴ്വരയും ബെത്ലഹേം, ഹെബ്രോൻ, ഗിലയാദ്, ലാക്കീഷ്, ബാശാൻ എന്നീ പ്രദേശങ്ങളും എണ്ണയ്ക്ക് പേരുകേട്ടവയായിരുന്നു. ലെബാനോൻ്റെ പ്രാന്തപ്രദേശങ്ങൾ ആശേർ ഗോത്രത്തിൻ്റെ അവകാശ ഭൂമിയിലാണ് ഉൾപ്പെട്ടത്. ആശേരിന് കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒന്ന് അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ എന്നാണ്. ആവർത്തന പുസ്തകം 33 അധ്യായത്തിൻ്റെ 24 വാക്യം. ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു അവകാശമാണ്. ധാന്യവും വീഞ്ഞും എണ്ണയും രാജ്യത്തിൻ്റെ സമ്പൽഘടനയുടെ നട്ടെല്ലായിരുന്നു. സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പര്യായമാണ് എണ്ണ. നിന്റെ ചക്കുകളിൽ എണ്ണ എന്നത് വേദപുസ്തകത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹമായി കാണപ്പെടുന്നു. ഭക്ഷ്യവിഭവം എന്ന നിലയിലും വിളക്കിനുള്ള ഇന്ധനം എന്ന നിലയിലും എണ്ണ ഒരു നിത്യോപയോഗ വസ്തുവായിരുന്നു. ഇതിനും പുറമെ ഔഷധം, പിന്നെ മതപരമായ ചടങ്ങുകളിലെ അവശ്യ വസ്തു, അതിഥികൾക്ക് സൽക്കാര വിഭവം എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾക്കായി എണ്ണ ഉപയോഗപ്പെട്ടു വന്നു. ഒലിവ് പഴത്തിൻ്റെ അകത്തെ കുരുവിൽ നിന്നല്ല, കായുടെ പുറന്തോടിൽ നിന്നാണ് എണ്ണ ശേഖരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. കായുടെ പാകം, ശേഖരിക്കുന്ന സമയം, കായ് പറിച്ചെടുക്കുന്നതും എണ്ണ എടുക്കുകയും ചെയ്യുന്ന വിധം ഇവയെല്ലാം ആശ്രയിച്ച് എണ്ണയുടെ ഗുണമേന്മ കൂടിയും കുറഞ്ഞും ഇരിക്കും. മെച്ചപ്പെട്ട എണ്ണ ലഭിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. നവംബർ, ഡിസംബർ മാസങ്ങളിൽ വിളയുന്ന ഒലിവ് കായ്കളിൽ കായ് പഴുത്ത് നിറപ്പകർച്ച വരുമ്പോൾ അങ്ങനെ ശേഖരിക്കുന്ന കായ്കളിൽ നിന്ന് ലഭിക്കുന്ന എണ്ണയാണ് ഏറ്റവും മേൽത്തരമായ എണ്ണ. ഒലിവ് കായ് ശേഖരിക്കുന്ന രീതിക്ക് ഒലിവ് തല്ലുക എന്നാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. ആവർത്തന പുസ്തകം 24 അധ്യായത്തിൻ്റെ 20 വാക്യത്തിലൊക്കെ അത് കാണുന്നു. കുലുക്കി പറിക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. അപ്പോൾ എണ്ണ അല്ലെങ്കിൽ ഒലിവെണ്ണയെക്കുറിച്ച് പഴയ നിയമത്തിൽ വളരെ പ്രാധാന്യത്തോടെ പലയിടങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ഇടിച്ചെടുത്ത എണ്ണ, അതാണ് നമ്മൾ വായിച്ചത്. പുറപ്പാട് 27:20. അത് ലേവ്യ പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലുമൊക്കെ കാണുന്നു. ഇടിച്ചെടുത്ത എണ്ണ വിശേഷപ്പെട്ട എണ്ണയായി കരുതപ്പെടുന്നു.
നമുക്ക് യന്ത്രത്തിലിട്ട് ഭാരങ്ങൾ കയറ്റി വെച്ച് പിഴിഞ്ഞും ചക്കിലും തിരിക്കല്ലിലും ഇട്ട് ആട്ടിയും എണ്ണ എടുക്കാറുണ്ടായിരുന്നു. മില്ലുകളോ ചക്കുകളോ ലഭ്യമല്ലാതെ വരുന്ന സാഹചര്യത്തിൽ മുന്തിരി ചവിട്ടി വീഞ്ഞ് എടുക്കുന്നത് പോലെ തന്നെ ഒലിവ് കായും കാലുകൊണ്ട് ചവിട്ടി എണ്ണ എടുക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഉദാഹരണം മീഖ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിലും യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലും കാണാം. അപ്പോൾ എണ്ണയുടെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഉപയോഗങ്ങൾ എന്നതിനെക്കുറിച്ച് നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. ഒന്ന്, മുറിവുകളിൽ എണ്ണ പുരട്ടിയിരുന്നു. ഒലിവെണ്ണയുടെ ഔഷധ സിദ്ധി വളരെ പ്രസിദ്ധമാണ്. ഔഷധം എന്ന നിലയിൽ ശരീരത്തിൽ പുറമേ ലേപനം ചെയ്യുന്നതിനും ഉള്ളിൽ കുടിക്കുന്നതിനും ഒലിവെണ്ണ ഉപയോഗിക്കാറുണ്ട്. കുളിച്ച ശേഷം എണ്ണ ശരീരത്തിൽ തടവുകയും എണ്ണ കൊണ്ട് മുഖവും തലയും മിനുക്കുകയും ചെയ്യുന്നത് കേവലം ഭംഗിക്കും ചൈതന്യത്തിനും വേണ്ടി മാത്രമല്ല, ചിലതരം രോഗങ്ങൾ അത് സംക്രമിക്കാതിരിക്കാനുള്ള ഒരു പ്രതിരോധം എന്ന നിലയിലുമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. എണ്ണ തേച്ച് രോഗികളെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ശിഷ്യന്മാർ തന്നെ നിർവഹിച്ചിട്ടുണ്ട്. 12 ശിഷ്യന്മാരെ 2 പേരായി മാനസാന്തര പ്രസംഗം നടത്താൻ കർത്താവ് നിയോഗിച്ചു. അവരുടെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു എന്നാണ്. ഈ ഒരു പാരമ്പര്യം ആദിമസഭയിലും നിലനിന്നതായി യാക്കോബ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. യാക്കോബ് 5-ാം അധ്യായത്തിലാണ്. ജലദോഷത്തിനും അത് സംബന്ധിച്ച് വരാവുന്ന മറ്റ് രോഗങ്ങൾക്കുമെതിരെ ഒരു പ്രതിരോധം എന്ന നിലയിൽ എണ്ണ ദേഹത്ത് പുരട്ടുമായിരുന്നു. പനി പിടിപെട്ടവരുടെ ദേഹത്ത് ഒരു മരുന്ന് എന്ന നിലയിൽ ഒലിവെണ്ണ പുരട്ടിയിരുന്നതായി പഴയ രേഖകളിൽ പറഞ്ഞു കാണുന്നു. ഇതിൽ നിന്നൊക്കെ അതിനേക്കാൾ ഉപരിയായി ഭടന്മാർക്ക് നേരിടുന്ന മുറിവുകൾക്കും ഇതര രോഗങ്ങൾക്കും പ്രതിവിധിയായി എണ്ണയും വീഞ്ഞും കലർത്തി മുറിവുകളിൽ പുരട്ടുകയും അകമേ കുടിക്കാൻ നൽകുകയും ചെയ്യുമായിരുന്നു എന്ന് ജോസിഫസ് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ വസ്തുത നല്ല ശമരിയാക്കാരൻ്റെ ഉപമയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നു. അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് നല്ല ശമരിയാക്കാരൻ മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി. വൈദ്യനായ പ്രിയ ലൂക്കോസാണ് കർത്താവിൻ്റെ ഈ ഉപമ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊണ്ട് പാപപരമായി നമുക്ക് നേരിട്ടിരിക്കുന്ന ആന്തരിക മുറിവുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ സൗഖ്യമാക്കുന്ന എണ്ണ പകരപ്പെടേണ്ടിയിരിക്കുന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇത് നമ്മുടെ ഒരു വലിയ സാക്ഷ്യ വാചകമാകാം. F.E. മാർഷ് എന്ന വചന വ്യാഖ്യാതാവിൻ്റെ ഒരു വാചകം ഇങ്ങനെയാണ്: നല്ല ശമരിയക്കാരന് കൃപയുടെ പാദങ്ങൾ ഉണ്ടായിരുന്നു. എന്തെന്നാൽ അവൻ മുറിപ്പെട്ട് കിടന്ന മനുഷ്യൻ്റെ അടുക്കിലേക്ക് നടന്നു ചെന്നു. അവൻ ആർദ്രതയുടെ കണ്ണുകൾ ഉണ്ടായിരുന്നു, കാരണം അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. സഹായിക്കുന്ന കരങ്ങളുണ്ടായിരുന്നു, എന്തെന്നാൽ അവൻ്റെ മുറിവുകളിൽ എണ്ണയും വീഞ്ഞും പകർന്ന് അവയെ കെട്ടി. സ്വയത്യാഗമുണ്ടായിരുന്നു, എന്തെന്നാൽ തൻ്റെ വാഹനമൃഗത്തിൽ അവനെ കയറ്റി. കരുണയുണ്ടായിരുന്നു, കാരണം അവനെ വഴിയമ്പലത്തിലെത്തിച്ചു. ഭാവിയെക്കുറിച്ച് കരുതലുണ്ടായിരുന്നു, എന്തെന്നാൽ അവൻ്റെ വരുംകാല ബാധ്യത ഏറ്റെടുത്തു. രോഗാതുരമായ ഒരു സമൂഹം രോഗവിമുക്തമാകണമെങ്കിൽ നമ്മുടെ കരങ്ങളിൽ അല്ലെങ്കിൽ സഭയുടെ കരങ്ങളിൽ എണ്ണയും വീഞ്ഞും മുറിവുകൾ കെട്ടുന്നതിനുള്ള ബാൻഡേജും ഉണ്ടായിരിക്കണം. മറ്റൊന്ന് വിളക്കിലെ എണ്ണയാണ്. നിങ്ങളുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ലൂക്കോസ് 12-ാം അധ്യായത്തിൽ. വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ എണ്ണയുടെ പകർച്ച നിരന്തരമായി ഉണ്ടായിരിക്കണം. ഒരു ദീർഘ മുഴുരാത്രി കത്തുവാൻ 13.79 ക്യൂബിക് ഇഞ്ച് എണ്ണ വേണമെന്ന് ഒരു കണക്ക് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ വിളക്കിൽ
13.79 ക്യൂബിക് ഇഞ്ച് എണ്ണ കൊള്ളുകയില്ലെങ്കിൽ വിളക്കുകളോടുകൂടെ പാത്രത്തിൽ എണ്ണയെടുക്കാൻ മറക്കരുത്. 10 കന്യകമാരുടെ ഉപമയിലെ ബുദ്ധിശൂന്യരായ കന്യകമാർക്ക് വന്ന ഒരു പ്രശ്നം ഉപമയിൽ കർത്താവ് പറയുന്നുണ്ട്. ഏതൊരു ക്രൈസ്തവ വിശ്വാസിക്കും, ഏതൊരു വിശ്വാസ സമൂഹത്തിനും ഇങ്ങനെയുള്ള ചില അശ്രദ്ധകൾ വരാൻ സാധ്യതയുണ്ട്. എൻ്റെ വിളക്കിൽ എണ്ണ പകരണമേ, എന്നെ പ്രകാശിപ്പിച്ച് നിർത്തണമേ. എൻ്റെ വിളക്കിൽ എണ്ണ പകരണമേ, എന്നെ ജ്വലിപ്പിച്ച് നിർത്തണമേ. പ്രഭാതം വിടരുവോളം എന്നെ ജ്വലിപ്പിച്ച് നിർത്തണമേ. ഇങ്ങനൊരു പ്രാർത്ഥന വളരെ ആഴമായ അർത്ഥത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. വിളക്കിന് ഇടിച്ചെടുത്ത എണ്ണ ഉപയോഗിക്കുന്നു. തിരുനിവാസത്തിലെ തങ്കവിളക്കിന് ഇടിച്ചെടുത്ത ഒലിവെണ്ണ വേണമെന്നത് ദൈവിക വ്യവസ്ഥയാണ്. ഇടിച്ചെടുത്ത എണ്ണ എന്ന വാക്ക് ഒരു അസാധാരണ പദമാണ്. ഏറ്റവും നല്ലത് ലഭിക്കാൻ ഏറെ ക്ലേശം സഹിക്കണം. വളരെ പ്രാർത്ഥനയോടും നിരന്തരമായ അധ്വാനത്തോടും കൂടെ ആർജിക്കുന്ന ആത്മീയതയാണ് ഇടിച്ചെടുത്ത എണ്ണ. 19-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭത്തിൽ സ്കോട്ട്ലൻഡിൽ ജീവിച്ചിരുന്ന മാക് ചെയിൻ എന്ന പട്ടക്കാരൻ്റെ ജീവിതം തൻ്റെ തലമുറയെ മാത്രമല്ല ക്രൈസ്തവ ലോകത്തെ മുഴുവനും സ്വാധീനിച്ചിട്ടുള്ള ജീവിതമാണ്. കേവലം 30 വയസ്സുവരെ മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. അതിൽ 7.5 വർഷം മാത്രം ഒരു ക്രിസ്തീയ പട്ടക്കാരനായി ജീവിച്ചു. തൻ്റെ അത്ഭുതമാർന്ന ആത്മീയ വിശുദ്ധി കൊണ്ടും ആത്മാവിൻ്റെ ശക്തിയിൽ തിരുവചനം പഠിച്ചുള്ള പ്രസംഗം കൊണ്ടും അനേകം ക്രിസ്തീയ പ്രവർത്തകരെ അദ്ദേഹം സ്വാധീനിച്ചു. വളരെയധികം ഒരുങ്ങി പ്രസംഗം പറയുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഒരിക്കൽ തൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ കൂട്ടുപട്ടക്കാർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞു. വിശുദ്ധ സ്ഥലത്തെ വിളക്കിന് ഇടിച്ചെടുത്ത എണ്ണ. പുറപ്പാട് പുസ്തകം 27:20 എന്നായിരുന്നു മാർക്ക് ചെയിൻ്റെ മറുപടി. നമ്മുടെ പുൽപ്പിറ്റുകൾ ഇടിച്ചെടുത്ത എണ്ണ കൊണ്ട് പ്രകാശിക്കുന്ന വിളക്കുകൾ ആകണമെങ്കിൽ നമ്മൾ വചനം അങ്ങനെ തന്നെ ആത്മാർത്ഥമായി അത് മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കപ്പെടേണ്ടിയിരിക്കുന്നു. വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി നഷ്ടപ്പെട്ടുപോയ ദ്രഹ്മ കണ്ടെടുത്ത സ്ത്രീയെക്കുറിച്ച് കർത്താവ് ഉപമ പറഞ്ഞല്ലോ. നമ്മുടെ നഷ്ടങ്ങൾ കണ്ടെത്താൻ നമുക്ക് ഒരു വിളക്ക് ആവശ്യമാണ്. ആ വിളക്കിൽ കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ എണ്ണ പകരപ്പെടേണ്ടത് ആവശ്യമാണ്. ശൂന്യവും പാഴുമായി തള്ളിയതാമീ മന്ദിരം തന്നിലിന്ന്. ദേവ വന്ന് പാർത്ത് ശുദ്ധി ചെയ്ത് നിൻ വീട്ടിൻ്റെ നിന്നയകറ്റണമേ എന്ന മനോഹരമായ ഒരു ഗാനം നമുക്ക് ഓർമ്മയുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നമ്മുടെ വിളക്കുകളിൽ അണഞ്ഞു പോകാതിരിപ്പാൻ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി ഞങ്ങൾക്ക് നൽകിയതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രകാശം ജ്വലിക്കപ്പെടുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവാകുന്ന എണ്ണയാൽ ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രകാശിപ്പിച്ചു കൊള്ളണമേ. കരിന്തിരി എരിയുന്നവരായിട്ടല്ല, കൂടുതൽ ജ്വലനമുള്ളവരായി ജീവിപ്പാൻ സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, യാത്രകൾ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും പ്രകാശത്തിൻ്റെയും പുതിയ വർഷം എല്ലാവർക്കും ദാനം ചെയ്യണമേ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.